കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ടത് കൈത്തറി വ്യവസായം. എന്നാൽ ഇന്ന് കാലം മാറി, വസ്ത്രധാരണ രീതികൾ മാറി. കൈത്തറി വ്യവസായ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രാമീണ തൊഴിൽ മേഖലയിൽ 2ാം സ്ഥാനമാണ് കൈത്തറി വ്യവസായത്തിന്. ഒരു കാലത്ത് കൈത്തറി തുണിത്തരങ്ങളുടെ കയറ്റുമതിയിൽ കേരള കൈത്തറിക്ക് പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നു. നമ്മൾ ചുറ്റി ഈ നൂലാണ് അവിടെ കൊള്ളുമ്പോൾ ചുറ്റണത്. ഇത് ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ അഡിൽ ഇത് വെച്ചിട്ടാണിത് നമ്മൾ ഇതിനകത്തോട്ട് നെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് പോകും, പിന്നെ അതിങ്ങനെ ചവിട്ടുമ്പോൾ അത് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് നമ്മളിത് മുണ്ടാകണത്. കോയമ്പത്തൂരിൽ നിന്ന് വന്നതാണ് പാവം. അത് ഒരു 3-4 പാവം ഉണ്ടാവും. അത് നമ്മൾ സാധാരണ നമുക്ക് അങ്ങനെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പാവാണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാ തറികളും കോയമ്പത്തൂരിൽ നിന്ന് വന്നത്. പിന്നെ നമ്മളുടെ ഇവിടെ ഇത് മാത്രമുള്ള നമ്മളിവിടെ ശരിയാക്കണ പാവം ഒരു കുറവുള്ളതാണത്. ഇതൊരു അതുപോലത്തെ ഒരു 5 എണ്ണം ഉണ്ടാവും ഈ ഒരു പാവം. അപ്പോൾ ഒരു 2-3 മാസം നെയ്യാനുള്ള ഒരു സൗകര്യങ്ങളുണ്ടാവും. ഇതാകുമ്പോൾ ഒരു 15 ദിവസം മാത്രമേ നെയ്യാനുള്ള ഉണ്ടാവുള്ളൂ. ഇത് ഓരോ ഇഴ ഇങ്ങനെ യോജിച്ച് ഞെരട്ടും. ഈ ഞെരട്ടി കഴിയുമ്പോൾ ഇതിനകത്ത് ഈ അറ്റത്ത് വന്നതാണ് ഈ സാധനം, മനസ്സിലായി? അപ്പോൾ ഇത് ബാക്കി വരും. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ ഒരു കുറച്ച് ഇട്ടേച്ചാണ് ഞെരട്ടി തൊടുന്നത്. ഞെരട്ടി തൊടിയും കഴിയുമ്പോൾ ഈ അറ്റത്ത് വരുമ്പോൾ ഈ ഇഴ തീർന്ന് കഴിയുമ്പോൾ ഇത് ബാക്കി വന്ന സാധനമാണ് ഈ 2 ദിവസം വന്നത്. അതെല്ലാ തറികളിലും ഉണ്ടാവും. നൂലാണിത്. ഇത് നമുക്ക് പുനി വിരിച്ചെടുക്കണം. പുനി വിരിക്കണം എന്ന് പറയും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം ഓരോന്നോരോന്നായിട്ട്. ഒരു കെട്ടുണ്ടാവും. ആ കെട്ടയച്ചിട്ടാണ് നമ്മൾ ഈ തലയിൽ എടുക്കണം. കുഴച്ചിട്ട് അഭിരുചിക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് കൈത്തറി ഉൽപ്പന്നങ്ങളും മാറി. ഒരിക്കൽ പാവപ്പെട്ടവന്റേതായിരുന്ന കൈത്തറിക്കുന്ന മധ്യവിഭാഗത്തിൽ നിന്ന് ആവശ്യക്കാർ ഏറെയാണ്. ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറിയെങ്കിലും താഴെത്തട്ടിലുള്ള നെയ്ത്തുകാർക്ക് അത് ഉപകാരപ്പെട്ടില്ല. ബോണസൊക്കെ കിട്ടണമെങ്കിലും നമുക്ക് കൂലി എടുക്കണനുസരിച്ചാണ് ബോണസ് വന്നത്. അപ്പോൾ ആ കൂലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വലിയ കുറവാണ്. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് കൊല്ലത്തിലാണ് അല്ലെങ്കിൽ 6 മാസം വെച്ച് ഞങ്ങൾക്ക് ആ ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് കൈ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലുത്. ഇത് 3-4 കൊല്ലം ആകുമ്പോഴാണ് ആ ഇൻസെൻറ്റീവ് കുറച്ച് വന്നത്. ആ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞത് അത് ഇപ്പോൾ 4 വർഷം 4 വർഷം ഞങ്ങൾക്ക് കിട്ടാൻ കിടക്കുകയാണ്. ശ്വാസം കഴിക്കാണ്ട് വൈകുന്നേരം വരെ എടുത്താൽ 300 രൂപ കിട്ടും. മുമ്പത്തേലും കൂലി കൂടിയിട്ടുണ്ട്. അതാണിപ്പോൾ 300 രൂപ കിട്ടുന്നത്. വൈകുന്നേരം വരെ ഇവിടെ നനങ്ങാതിരിക്കണം, എന്നാലേ കിട്ടുള്ളൂ. കുറച്ച് ആ കസവിന് സെപ്പറേറ്റ് കൂലി ഇത്തിരി കിട്ടും. ഇതിൻ്റെ കൂലിയൊക്കെ സെയിം തന്നെ. ഇപ്പോൾ നമുക്കൊരു ഡബിൾ നെയ്താൽ 220 210 രൂപയൊക്കെ. കസവിന് സെപ്പറേറ്റ് ഇത്തിരി പൈസ കിട്ടും. ആ ഒരു ഇതാണുള്ളൂ. ഇപ്പം ഇത് ചവിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് പൊന്തും. ഇത് ചവിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്ന് പറയണം ഇതിങ്ങനെ പൊന്തും, കണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കട്ടിയിൽ ഇത് വരുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ വരും. കസവടിക്കുമ്പോൾ ഇതേപോലെ അല്ലല്ലോ വരണത്, കണ്ട. അപ്പം അത് ചവിട്ടിയെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഷഡിലിനൊക്കെ എന്തെങ്കിലും തടസ്സം, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ഈ കസവ് അങ്ങനെ മുഴുവൻ പോകും കംപ്ലീറ്റ്. ഇതിൻ്റെ അത്രയും ബെറ്ററായിട്ടിത് നിൽക്കില്ല. ഒരു നിസ്സാര കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ കസവ് മുഴുവൻ തെറിച്ചു പോകും. 85 പേരിൽ മാക്സിമം ആളുകളും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആ ഉൽപ്പന്നത്തിന് നമുക്ക് ഡിമാൻഡ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ പറവൂർ മേഖലയിൽ തന്നെ നമുക്ക് അല്ല എറണാകുളം ജില്ലയിൽ തന്നെ അത് വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യം. പിന്നെ സഹകരണ സംഘങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സഹകരണ മേഖലയിലെ ഒരുപാട് സഹായങ്ങൾ സഹകരണ സംഘങ്ങൾ അവരുടെ മെമ്പർമാർക്ക് വേണ്ടി ഇവിടെ വന്ന് അങ്ങനെ ചെയ്തു പോകണം. ഒരു പദ്ധതി ഓണക്കാലത്ത് കൂടുതൽ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ഓണം നമുക്ക് കൂടുതൽ വരുന്നത് ഓണം, വിഷു, ക്രിസ്മസ് ആണെങ്കിൽ കൂടി ഓണക്കാലത്താണ് കൂടുതലും വിൽപ്പന നടക്കുന്നത്. കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 10 വർഷത്തിലേറെ ആയിട്ട് ഈ മേഖലയിൽ ഒരു കൊഴിഞ്ഞുപോക്കില്ല. സംരക്ഷിക്കപ്പെടേണ്ട മേഖലയാണ്. പക്ഷേ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്.
തൊഴിലാളി വേതനത്തിലടക്കം മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.